അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണയായിട്ട് ഞങ്ങൾ എല്ലാവരും ബാത്റൂം പോകണ്ട. ഈ ബാത്റൂം പോയെങ്കിൽ അവിടെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് ആദാബുകൾ ഞങ്ങൾ പാലിക്കേണ്ടി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരിക്കും തൻഹിയത്തുമാ അലൈഹി മുഅല്ലമുൻ മിൻ ഖുർആനിൻ ഔ ഇസ്മി നബിയിൻ ഔ മലക്കിൻ ഔ ഗൈരിഹി. ബാത്റൂമിൽ പോകുമ്പോൾ ഞങ്ങളെ മേലിൽ ഞങ്ങളെ കീസല എവിടെയെങ്കിലും ബഹുമാനിക്കപ്പെട്ട പേരുങ്ങ ഖുർആൻ്റെ ആയത്തുങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം നബിമാരെ അല്ലെങ്കിൽ മലക്കടെ അല്ലെങ്കിൽ വലിയ മഹാന്മാരെ പേര് നിങ്ങളെല്ലാം ഞങ്ങൾ നീക്കി വെക്കണു. പക്ഷെ നിങ്ങൾ ഉൽക കൊണ്ടുപോകും തീര ഹറാമുണ്ടല്ല, അത്ര നല്ലല്ല, കറാത്തായിരിക്കണതല്ല. അപ്പോൾ അള്ളാഹുടെ പേര് ചിലപ്പോൾ ചില ആളെ കീസൽ എന്തെങ്കിലും ബർക്കത്ത് ഖുർആൻ്റെ ആയത്തെല്ലാം എഴുതി വെച്ചിരിക്കരുത്. ആ തായത്തെല്ലാം നിങ്ങൾ എഴുതി വെച്ചത് അത് പാൻട്രി കീസൽ വെക്കട അത്ര നല്ലതല്ല. പക്ഷേ നിങ്ങൾ അത് നാളെ കീലവിടല്ലേ അത്തരത്തിലുള്ള ആയത്ത് ബർക്കത്ത് നിങ്ങൾ അത് ഷർട്ട് മേൽഭാഗത്ത് കീസൽ വെക്കണം. അപ്പോൾ അങ്ങനത്തെ ഇന്നൻ്റായെങ്കിൽ നിങ്ങൾ അത് പുറത്ത് വെച്ചിട്ട് പോകേണ്ടത് നല്ലത് ടോയ്ലറ്റുകൾ. കാരണം ടോയ്ലറ്റ് ചിലതൊരു മനുഷ്യന്മാർ വെറുക്കണ പക്ക മാത്രമല്ല ശൈത്താന്മാരെ അവർ അകവും കൂടിയായിട്ട് കിടന്നു. പിന്നെ ആകാശത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഥവാ ആദം നബി അലൈഹി സ്വലാമിൻ്റെയും ഹവ്വാ ബീവിയുടെ സ്വർഗത്തിൻ്റെ അള്ളാഹു പുറത്താക്കിയ അതോടുകൂടി അതിലെ പ്രധാനപ്പെട്ട ആരോപിയായിട്ട് ഇബ്ലീസും അള്ളാഹു പുറത്താക്കിയല്ലേ. അങ്ങനെ ഭൂമിയിലേക്ക് ഇബ്ലീസ് വന്നപ്പോൾ അള്ളാഹുടെ ഒരു അപേക്ഷ വെച്ചോളാം, അതായത് നിങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കെല്ലാം നീ അകാക്കി കൊടുക്കട്ടെ, നക്കൊരക വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ മനുഷ്യന്മാരെ ഔത്തുറുള്ള ടോയ്ലറ്റ് നിൻ്റെ അകായിട്ട് കിടന്നിട്ട് അള്ളാഹു ചെന്നാട്ട് ചരിത്രത്തിലും കാണാൻ സാധ്യമാണ്. അപ്പോൾ ഞങ്ങളെ ഔത്തിലെ ഞങ്ങളുടെ ഉൽഗത്തിലെ ഇബ്ലീസിലെ ഒരകമുണ്ട്. ആ ഔത്തുക്ക് പോകുമ്പോൾ ഞങ്ങൾ പല കാര്യവും ഞങ്ങൾ ജാഗ്രത ആക്കണം. അതുകൊണ്ടായിട്ട് തല മറക്കണമെന്ന് ചൊല്ലതും ചെരുപ്പ് ധരിക്കണമെന്ന് ചൊല്ലത്. സുബൈ കാണിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ അതിഥിയായിട്ട് പോകേണ്ടത് ഇബ്ലീസിൽ ഔത്തും ടോയ്ലറ്റ് എല്ലാം അറേഞ്ച് പോകേണ്ടത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ശത്രു മുന്നോട്ട് പോകുമ്പോൾ ഏത് നിലയ്ക്ക് നാളെ ബോഡിയെ ഞങ്ങൾ സേഫ് ആക്കണമോ, തലയ്ക്കൊരു ഹെൽമെറ്റാ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു യുദ്ധത്തിൽ പോകുമ്പോൾ തലയ്ക്ക് നിങ്ങൾ വെച്ചോണ്ട് അപ്പോൾ നാളെ ബോഡി കംപ്ലീറ്റ് കവറാക്കണത് ഞങ്ങൾ അതുപോലെ നാളെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇബ്ലീസ്. അപ്പോൾ അവൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് തലയെങ്കിലും മറക്കണം, അതുപോലെ ചെരുപ്പ് ധരിക്കണമെന്നെല്ലാം ഇസ്ലാം പരിപാടി തന്നത്. അപ്പോൾ ആ ബാത്റൂം കടന്നിട്ടായെങ്കിൽ അവിടെ പിന്നെ ഖുർആൻ ഓതുക അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ ദിക്ർ സ്വലാത്ത് ചെല്ലുക തീര. ഒരാൾ ഞങ്ങൾക്ക് പരത്തിൽ സലാം ഇട്ടെങ്കിൽ സലാം അടക്കുകയോ തീര. അതുപോലെ പിന്നെ ബാങ്ക് ആയിട്ടെങ്കിൽ ബാങ്ക് ഉത്തര കൊടുക്കുകയോ തീര. പിന്നെ പല ആൾമാരോട് സംശയിക്കട് ഞങ്ങളെ വാഷ്റൂമും അഥവാ ബാത്റൂമും അതുപോലെ ടോയ്ലറ്റ് ഈ രണ്ടും അറ്റാച്ച് ആയിട്ടൊക്കെ സാധാരണ എൻ്റെ എല്ലാ പക്കത്തിലും. അപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ കുലിക്കട ഒരു പക്കമുണ്ട് അഥവാ ഉള്ളുവാർക്കട ഒരു പക്കമുണ്ട്. അപ്പുറത്തെ മുട്ടമേ ഞങ്ങൾക്ക് ടോയ്ലറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കുലിക്കട പക്കത്തിൽ അല്ലെങ്കിൽ ഉള്ളുവാർക്കട പക്കത്തിൽ ഞങ്ങൾക്ക് ഉള്ളുവാർക്കുമ്പോൾ ദിക്റുകൾ ചൊല്ലണമല്ലേ, അല്ലെങ്കിൽ ടോയ്ലറ്റ് പിന്നെ എല്ലാം ഈ പക്കത്തിൽ കുലിക്കട പക്കത്തിൽ കുലിക്കുമ്പോൾ സാധാരണ ദിക്ർ ചെല്ല ചില ആൾമാർ സ്വലാത്ത് ചൊന്നിട്ടിക്കിടാറ്. കുലിച്ചൊണ്ടിക്കുമ്പോൾ ബാങ്ക് ഓടും ഉത്തര കൊടുക്കാമോ, അല്ലെങ്കിൽ ആരെങ്കിലും ഭർത്തർ സലാം ഇട്ടെങ്കിൽ സലാം ഇടാൻ മടക്കാമോ, ഇങ്ങനത്തെ എല്ലാം പ്രശ്നം ഉണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചിട്ടും പല ആൾമാർക്കും കൺഫ്യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുലിക്കട പക്കവും ടോയ്ലറ്റും ചെറിയൊരു വ്യത്യാസം എന്തെങ്കിലും മെയ്യാവുന്നുണ്ട്. അതെങ്കിൽ ശരിയെങ്കിൽ ഞങ്ങളെ കുലിക്കട പക്ക ചെറിയൊരു തഗ്ഗുണ്ട്, ടോയ്ലറ്റ് പക്ക ചെറിയൊരു എത്തറുണ്ട്, മെയ്യാവും. അത് ചെറിയൊരു അത് അതിനിടയിലോ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിട്ട്. അപ്പോൾ ഞങ്ങളെ കുലിക്കട പക്കത്തിൽ ഞങ്ങൾക്ക് എന്താക്കാം, ഉള്ളുവടക്കട പക്കത്തിൽ ഞങ്ങൾക്ക് ദിക്റും ചൊല്ലാം, സലാം മടക്കാം, ബാങ്കെങ്കിൽ ഉത്തരം കൊടുക്കാം. ടോയ്ലറ്റ് ആ പക്കം ഉണ്ടല്ലോ ഇപ്പോൾ സാധാരണ എൻ്റെ ഇപ്പോൾ ഞങ്ങളെ കോമേഡായിട്ട് കിട്ടും ടോയ്ലറ്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ആ പക്കം മാത്രം എന്തായിട്ട് അവിടെ ഉത്തരം കൊടുക്കുക തീരാണ് മാത്രം. അത് പക്കം മാത്രം ശൈത്താൻ്റെ ആകാത്. ഇപ്പോഴത്തെ നാളെ ശൈത്താൻ്റെ ആകാറുള്ളത് അത് ഞങ്ങൾ കുലിക്കട പക്കവും ഉള്ളുവർക്കട പക്കമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഞങ്ങൾ മനസ്സിലാക്കി വെക്കും.
പണ്ഡിതന്മാരെങ്ങനെ വിശദീകരിക്കണമെന്നെങ്കിൽ പിന്നെ ഞങ്ങളെ കുലിക്കടെ പക്ക ആ പക്ക ശുദ്ധമായ പക്കായിട്ടിക്കട് ആ പക്കത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ഉളർക്കുമ്പോൾ ചെല്ല ദിക്റ് ചെല്ല സലാത്ത് എല്ലാം ചെല്ല തന്തരില്ല. അതേ സന്ദർഭത്തിൽ ടോയ്ലറ്റിൽ ഞങ്ങൾ ദയിക്കട പക്ക ചിലപ്പോൾ ചെല്ല് എത്ര ആക്കിയിട്ടിക്കുവാറ് അല്ലെങ്കിൽ എത്ര ആക്കിയില്ലെങ്കിലും അവിടെ ഉള്ള ആ ജസ്റ്റ് ആ ഏരിയ മാത്രം ആ ദയിക്കട പക്ക അത് മാത്രം ഞങ്ങൾ എന്താക്കുക ടോയ്ലറ്റിൽ കരുതാം. ഇന്ന് സാധാരണയായിട്ട് കൊമേഡായത് കൊണ്ടും അതിൽ മുಚ್ಚി വെക്കലുണ്ട്, അതൊന്ന് മുಚ್ಚി വെക്കാം. അങ്ങനെ മുಚ್ಚി വെച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. ആ ഒരു പക്ക വിട്ടിട്ട് ബാക്കിലെ പിന്നെ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ ബാക്കിയുടെ ഭാഗത്തെല്ലാം ഞങ്ങൾക്ക് നിന്നിട്ട് സ്വലാത്ത് ചെല്ലെങ്കിൽ സുന്ദരമല്ല എല്ലാം നമുക്ക് പിന്നെ അതുക്കാർക്ക് ദിക്ർ ചെല്ലെങ്കിലും ബാങ്ക് പിന്നെ ഉത്തരം കൊടുക്കണമെങ്കിലും സലാം അടക്കടിക്കും തൊന്തരില്ല. ഈ ഒരു വിഷയം എല്ലാവരും മനസ്സിലാക്കി വെക്കണം. പല ആൾമാരും അറ്റാച്ചുള്ള പക്കത്തിൽ പോയിട്ട് കുലിക്കുമ്പോൾ നമുക്ക് പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ബാത്റൂമല്ലേ, പിന്നെ ഇബിലീസാകല്ലേ, ഇതുകൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങൾ തപ്പായി പോവാം ചില പേടിയാണ്. അങ്ങനത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ദൈക്കടെ പക്കം ഒന്ന് വിട്ടിട്ടു ബാക്കി എല്ലാ പക്കത്തിൽ നമുക്ക് എന്താക്കാം ദിക്ർ സ്വലാത്തെല്ലാം ചെല്ലിങ്ങും തൊന്തരയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ കാര്യത്തിലും ഏർപ്പാടും അള്ളാഹു ബർക്കത്താക്കട്ടെ. എല്ലാ ആഫത്തും മുസീബത്തൊട്ട് അള്ളാഹു നാളെ കാത്ത് രക്ഷിക്കട്ടെ. പണ്ടതായ എല്ലാ പേടിക്കപ്പെട്ട രോഗത്തെ തൊട്ട് അള്ളാഹു നമുക്ക് കാവത്തെന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.